ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വികാരമാണ്. നമുക്കിന്നൊരു സിമ്പിൾ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കിയാലോ. ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് കുക്കറിലോട്ട് ഇടുക. പിന്നെ കുറച്ച് കൊച്ചുള്ളി മാത്രം എടുത്താൽ മതി. പിന്നെ പച്ചമുളക്, പിന്നെ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം 2 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ പിങ്ക് സാൾട്ടാണ്, അത് ആവശ്യത്തിന് ഇടുക. അതിനുശേഷം കൈ കൊണ്ടൊന്ന് മിക്സാക്കുക. മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുക്കർ അടച്ച് ഒരു 5-6 വിസിലടുപ്പിക്കുക. അതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പാൻ എടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ കേട്ടോ. അതൊരു 3 സ്പൂൺ ഇടുക. ചൂടായതിന് ശേഷം ഉലുവ, തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് കരിവേപ്പില ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്കത് മിക്സ് ആക്കിയിട്ടൊന്ന് വഴറ്റാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ആവിയൊക്കെ പോയി സെറ്റായിട്ടുണ്ടാവും. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ബ്രൗൺ ആയതിനു ശേഷം ബീഫ് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം 2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഒന്ന് ചേർത്തൊന്ന് മിക്സ് ആക്കുക. മസാലകളുടെ പച്ചനിറമൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളർ ആവുന്നതിന് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഫ്രൈ റെഡി. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബെസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക.